ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു. കൊല്ലത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇപ്പോൾ 6 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണും. വിശദാംശങ്ങൾ നൽകാനെന്നാണ് അറിയാൻ കഴിയുന്നത്. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. ആദിൽ, ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ വലിയ വഴിത്തിരിവുണ്ടാകുന്നു. നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണോ സ്ഥിരീകരിക്കുന്നത്? പ്രതി പിടിയിലാവുകയും ചെയ്തിരിക്കുന്നു. കൊല്ലത്ത് നിന്ന് പോലീസ് പിടികൂടിയെന്നാണ് നിലവിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം. വൈകുന്നേരം 6 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു IPS മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അപ്പോൾ പുറത്തുവിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ പോലീസിനെ വലച്ച ഒരു കേസാണിത്. പേട്ട സ്റ്റേഷന് സമീപം നിന്നും ബ്രഹ്മോസിന് സമീപം നിന്നും തലസ്ഥാനത്തിലെ പ്രധാന മേഖലയിൽ നിന്നും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. നാടോടി ബാലിക 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി 20 മണിക്കൂറിന് ശേഷമാണ് ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. കണ്ടെത്താൻ കഴിയുമ്പോഴും പ്രതി ആരാണ്, ഈ കൃത്യത്തിന് പിന്നിലാരാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ലാതെ പോലീസ് ദിവസങ്ങളോളം ഇരുട്ടിൽ തപ്പുകയായിരുന്നു. പോലീസിന് ആശ്വാസമാണ് ഇത് സംബന്ധിച്ച് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും പോലീസ് ആ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ളത്. പേര് വിവരം, പ്രതിയുടെ പേരോ കൂടുതൽ വിവരങ്ങളോ പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്കിപ്പോൾ ലഭിക്കുന്ന പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം, നേരത്തെ പോലീസ് സംശയിച്ചിരുന്നത് ഈ നാടോടി സംഘത്തിൽ ആരെങ്കിലും ആണോ ഈ കൃത്യത്തിന് പിന്നിൽ എന്നുള്ളതായിരുന്നു. ഈ കുട്ടിയുടെ അമ്മ, അച്ഛൻ, അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ, ബന്ധുക്കളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് DNA ടെസ്റ്റ് അടക്കം നടത്താമെന്നൊരു ആലോചനയിലേക്ക് പോവുകയും DNA ടെസ്റ്റിന് വേണ്ടി രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തത്. എന്നാൽ അങ്ങനെ ഇവരിൽപ്പെട്ട ഒരാളല്ല എന്നൊരു ഒരു സ്ഥിരീകരണം വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ, ദിവസങ്ങളോളമുള്ള കാത്തിരിപ്പിനൊടുവിൽ പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ വൈകുന്നേരം 6 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പത്രസമ്മേളനം വിളിച്ച് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്കറിയാം, കുഞ്ഞ് ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞ്, സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞാണ്. അവരുടെ ഒരു താൽക്കാലിക സംവിധാനത്തിൽ ടെന്റിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഈ കുടുംബവുമായി ബന്ധമുള്ള, അതായത് അവരുടെ സമീപത്തൊക്കെ മറ്റ് കുടുംബങ്ങളും ഒക്കെ താമസിച്ചിരുന്നു, അവരിൽ ആരുമല്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്, അല്ലേ? അതെ, അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു പ്രാഥമിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. പോലീസ് ഒരു വിവരവും ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. വൈകുന്നേരം 6 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമ്പോൾ കൃത്യമായ വിവരങ്ങൾ പറയും എന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും ഒരു പ്രാഥമിക വിവരം ലഭിച്ചത് ഇവർ നേരത്തെ പോലീസ് സംശയിച്ചതുപോലെ അല്ല എന്നുള്ളതാണ്. പോലീസ് സംശയിച്ചതുപോലെ ഇവരിൽ നിന്നുള്ള നാടോടി സംഘത്തിൽപ്പെട്ട ആരുമല്ല കൃത്യത്തിന് പിന്നിൽ എന്നുള്ളതാണ്. കൊല്ലത്ത് നിന്നാണ് പ്രതിയെ പിടിയത്. ഒരുപാട് ചോദ്യങ്ങൾ അപ്പോഴും അവശേഷിക്കുന്നുണ്ട് പോലീസിന് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്തിനു വേണ്ടിയാണ് ഈ 2 വയസ്സുകാരി ബാലികയെ തട്ടിക്കൊണ്ടുപോയത്? ഒന്നാമത്തെ ചോദ്യം. 2, ഇത് എവിടെ ഉപേക്ഷിക്കാൻ ഏത് സമയമാണ് തിരഞ്ഞെടുത്തത്? എന്തിനു ഉപേക്ഷിച്ചു പോയി എന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് പ്രതിയുടെ വിവരം, പ്രതിയെ പിടിച്ച വിവരം അടക്കമുള്ള കാര്യങ്ങൾ, പ്രതിയുടെ താല്പര്യവും ഉദ്ദേശ്യവും എന്തായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഏതായാലും പ്രതിയെ പിടികൂടിയിരിക്കുന്നു. നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ആ സംഭവം നമുക്കറിയാം 20 മണിക്കൂറുകൾക്ക് ശേഷമാണ്, നാടൊന്നാകെ തെരഞ്ഞതിന് ശേഷം 20 മണിക്കൂറുകൾക്ക് ശേഷമാണ് കുട്ടിയെ കാണാതായതിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ആളൊഴിഞ്ഞ ഭാഗത്തെ ഒരു ഓടയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലൊക്കെയാണ് ഇവിടെ കുട്ടിയുടെ സാന്നിധ്യം പോലീസ് കണ്ടെത്തുന്നത്. അത്തരത്തിൽ നിർണായകമായ ഒരു അന്വേഷണത്തിലൂടെയാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. അപ്പോഴും പിന്നീടുള്ള ദിവസങ്ങളിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു. ഇതാരാണ് ഈ കൃത്യത്തിന് പിന്നിൽ എന്ന ചോദ്യത്തിന് മറുപടി നൽകാനാകാത്ത പ്രതിസന്ധിയിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസിന് മുന്നിൽ ഒരു ഉത്തരം വന്നിരിക്കുന്നു. അത് കൃത്യമായി വിശദീകരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. വൈകുന്നേരം 6 മണിക്കാണ് സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജുവിന്റെ പ്രസ് മീറ്റ് നടത്തുന്നത്. ഏതായാലും പ്രതിയെ പിടികൂടി എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. ഇത് ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടി വൈകുന്നേരം 6 മണിക്കായിരിക്കും ലഭിക്കുക.
ആ, അതിൽ ഒരവസരത്തിൽ ഇരുട്ടിൽ തപ്പുന്ന സ്ഥിതിയായിരുന്നു പോലീസിന്റെ. കാരണം കുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞിട്ടും ആരാണ് പ്രതി എന്നതിലേക്ക് യാതൊരു സൂചനകളും കിട്ടുന്നുണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്ന്, ഓടയിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഓടയിൽ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. അപ്പോഴും ഇത് തട്ടിക്കൊണ്ടുപോയതാണോ, കുട്ടി തനിയെ പോയതാണോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയും ചെയ്തു. അന്നൊക്കെ തന്നെയും ഈ പറഞ്ഞതുപോലെ പരിചയമുള്ള ആരെങ്കിലും ആകുമോ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന തോന്നലാണ് ഉണ്ടായിരുന്നത്. അത്തരം സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് DNA പരിശോധന ഉൾപ്പെടെ നടത്തുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം അനുസരിച്ച് പുറത്തു നിന്നുള്ള ഒരാൾ തട്ടിക്കൊണ്ടുവന്നു. പക്ഷേ അതിലും ഏതെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടോ? ഒരാൾ മാത്രമാണോ പ്രതി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും സംശയമുണ്ടായിരുന്നു. അക്കാര്യങ്ങളിൽ ഏതെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? തീർച്ചയായും വാർത്താ സമ്മേളനത്തിലായിരിക്കും പോലീസ് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടും ഇത്രയധികം ദിവസം എടുത്തു അതിൽ ഒരു പ്രതിയെ പിടികൂടുന്നത് എന്നത് സംബന്ധിച്ച്. എങ്കിലും ആശ്വസിക്കാവുന്ന കാര്യം തന്നെ, പ്രതി പിടിയിലായിരിക്കുന്നു. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പേട്ടയിൽ 2 വയസ്സുകാരിയെ നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയതിലെ പ്രതി പിടിയിലായിരിക്കുന്നു എന്നതാണ്. ഫെബ്രുവരി 19-ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ 20 മണിക്കൂറിന് ശേഷമായിരുന്നു തിരികെ കിട്ടിയത്. അന്ന് തന്നെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നു. എന്നാൽ ദിവസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ കൊല്ലത്ത് നിന്നാണ് പോലീസ് പിടിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 മണിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്യും. പ്രതി ഈ കുടുംബവുമായി ബന്ധമുള്ള ആളല്ല എന്നുള്ള പ്രാഥമിക സൂചനകൾ ലഭിക്കുന്നു എന്നാണ് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും